നഗരിയിൽ പൂരക്കളിയുടെ ചുവടുകളുമായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. കുറച്ചു നേരം അവർ കാത്തു നിന്നു. അവരുടെ ക്ഷമയെ അഭിനന്ദിക്കുന്നു. എവിടെയാണ് വിഷമൊന്നും തോന്നിയില്ലല്ലോ അല്ലേ? പാലക്കാട്. പാലക്കാടുകാരാട്ടോ, നമ്മുടെ തൊട്ടടുത്ത ആൾക്കാരാണ്. നിങ്ങൾക്ക് വിഷമം ഇല്ലല്ലോ ഞങ്ങളിങ്ങനെ പിടിച്ചു നിർത്തിയാല്? അതാണ്, നല്ല കുട്ടികളാണ്. എല്ലാവരും ഒന്ന് പേര് പറഞ്ഞേ. ഹരിനാരായണൻ, രാജ്ശങ്കർ, സഞ്ജയ്, സർവേഷ്, ശ്രീഹരി, സ്പർജൻ, സിദ്ധാർത്ഥ്, ആദർശ്, ആകാശ്, സദു, ഷാഫി, അനുവിന്ദ്. ഈ സ്പർദ്ധൻ, അതൊരു വെറൈറ്റി പേരാണല്ലോ. സ്പർദ്ധൻ എന്നല്ലേ? സ്പർജൻ. ഓക്കെ, അപ്പൊ നിങ്ങള് റിസൾട്ട് വന്നല്ലോ, എ ഗ്രേഡ്. യെസ്, അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. റെഡിയാണോ? ഓക്കെ. രാമ ജയ രാമ ജയ ജയ രാമ ജയ രാമ ജയ ജയ രാമ ജയ രാമ ജയ ജയ രാമ ജയ ദേ ദേ ദേ. ഈ രാമ ജയ രാമ ജയ ജയ രാമ ജയ ദേ ദേ ദേ. ഈ രാക്ഷസാകുലേശനായ രാവണ നീ കേൾക്കടോ. രാക്ഷസാകുലേശനായ രാവണ നീ കേൾക്കടോ. ഒന്നിരിക്കൽ സീതയെ നീ രാഘവന് നൽകടോ. ഒന്നിരിക്കൽ സീതയെ നീ രാഘവന് നൽകടോ. എല്ലയാകി പോരിനായൊരുങ്ങി നീ വരികടോ. എല്ലയാകി പോരിനായൊരുങ്ങി നീ വരികടോ. ഞങ്ങൾ കുറച്ചും കൂടെ ഒക്കെ പ്രതീക്ഷിച്ചായിരുന്നു കേട്ടോ. അത് പറ്റില്ല, കാരണം അത് ഏറ്റവും അമൂല്യമായത് വളരെ കുറച്ചാണ്. ഇപ്പൊ തന്നെ ഗോൾഡിന്റെ അല്ലെ സ്വർണത്തിന്റെ ആഭരണങ്ങളൊക്കെ ഇൻവിസിബിൾ ഓർണമെന്റ്സ് ആണ്. ഓയ്യോ, കാണാനില്ല. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു പാലക്കാട്? വേറെ ഏതെങ്കിലും മത്സരങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടോ? ഇത് മാത്രമാണ് നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകൻ തന്നെയാണോ പഠിപ്പിച്ചത്? ആരാ പഠിപ്പിച്ചത്? അല്ല, സൈസാർ പറഞ്ഞിട്ട് പറയും. ആള് കണ്ണൂരാണ് ആളുടെ നാട്. അവിടെ നിന്ന് ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി വരും. ഇങ്ങനെ ഒരു ഐറ്റം തിരഞ്ഞെടുക്കാൻ, ഇതിനകത്ത് പങ്കെടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് വന്നത്? അതോ എന്തെങ്കിലുമൊക്കെ മത്സരത്തിൽ പങ്കെടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ പങ്കെടുത്തതാണോ? എന്താണ് ഇതിനെക്കുറിച്ച് എന്താ പറയുക? നമ്മുടെ സ്കൂൾ എന്ന് പറയുമ്പോൾ തന്നെ കലയായിട്ട് മുന്നോട്ട് പോകുന്ന BSS ഗുരുകുലം എന്നുള്ള സ്കൂളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു നല്ല ഐറ്റം കിട്ടുകയാണെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറായി. ഇത് വർഷങ്ങളായി നമ്മുടെ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കലയാണ്. അപ്പോൾ ഈ സജി സാർ എന്ന് പറഞ്ഞ ആൾ കണ്ണൂർ ജില്ലയിൽ ആൾ ചെറുപ്പകാലം തൊട്ടേ പൂരക്കളി അഭ്യസിച്ച് വരുന്ന ഒരാളാണ്. അപ്പോൾ ചെറുപ്പകാലം തൊട്ട് ആൾ ചെയ്ത് ആളുടെ കല നമുക്ക് പങ്കുവയ്ക്കാൻ വേണ്ടി ആൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് പിന്നെ വർഷങ്ങളായിട്ട് നമ്മളെ അഭ്യസിപ്പിക്കുന്ന സാർ തന്നെയാണ്. അതുകൊണ്ട് നമ്മളും ഒരു പാരമ്പര്യമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകും. ഇതിപ്പം നമ്മൾ ഈ മത്സരവേദിയിൽ കൂടാതെ മറ്റു സ്ഥലങ്ങളിൽ നമ്മൾ അവതരിപ്പിക്കാറുണ്ടോ? ചെയ്തിട്ടുണ്ട്. പാലക്കാട് ചെയ്യാറുണ്ട്. പാലക്കാട് ലീഡ്സ് കോളേജ് ഞങ്ങൾ ഒരു ഫംഗ്ഷന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല കാര്യം അല്ലേ? തീർച്ചയായിട്ടും, കാരണം പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിൽ പോലും നമുക്ക് പൂരക്കളി കാണാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തൊരവസ്ഥയാണ്. മത്സരങ്ങളൊക്കെ വരുമ്പോഴാണ് കൂടുതൽ കാണുന്നത്. പക്ഷെ ഇത് നിങ്ങൾ പഠിച്ച് ഇതിങ്ങനെ സ്റ്റോപ്പ് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ഒക്കേഷനിൽ നമുക്ക് മറ്റുള്ളവർക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് നിങ്ങൾ അത് ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഈ പെർഫോമൻസ് കാഴ്ചതിന് താങ്ക് യു. ബൈ ബൈ.